ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ റെസിപ്പി റഫല്ലോ ബോൾസ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. വെയിറ്റ് ചോക്ലേറ്റ് ബാർ, വേഫർ കപ്സ്, ബദാം, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഈ റഫല്ലോ കപ്സിന് 40 രൂപയാണ് വില. 40 എണ്ണം അതിലുണ്ടാകും. വെയിറ്റ് ചോക്ലേറ്റ് ബാറും 2 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ച ബദാമും പിന്നെ ആവശ്യത്തിന് ഡെസിക്കേറ്റഡ് കോക്കനട്ടും. ആദ്യം തന്നെ ബദാം തൊലി കളഞ്ഞെടുക്കാം. ഒരു 2 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചാലേ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. തൊലി കളയാതെയും ഇത് ഉപയോഗിക്കാം, പക്ഷെ ടേസ്റ്റ് തൊലി കളഞ്ഞിട്ടാണ്. അപ്പോൾ പുറത്തു നിന്ന് വാങ്ങുന്ന അതേ റഫല്ലോ കാൻഡിയുടെ ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇത് വെള്ളം കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് തിള വന്നാൽ വെയിറ്റ് ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസാക്കി എടുത്തത് ഇടാം. അതേപോലെ ഇടരുത്, ചെറിയ ചെറിയ പീസാക്കണം. പിന്നെ ഡബിൾ ബോയിലും ചെയ്തെടുക്കാം. അതായത് നല്ല തിളച്ച വെള്ളത്തിൽ അടിതട്ടാത്ത വിധത്തിലൊരു പാത്രം മുകളിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ റഫല്ലോ ബോൾസിന് ചോക്ലേറ്റ് നല്ലോണം വേണം. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടാം. ഏത് ബേക്കിംഗ് ഷോപ്പിലും ഈ വേഫർ കപ്സ് കിട്ടും. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാകും. മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഓരോ വേഫർ കപ്സ് എടുത്ത് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്ത് ഒരു ബദാം ഇട്ട് വെക്കുക. ഇനി ഒരു കപ്സ് എടുക്കുമ്പോൾ അതിലേക്ക് ബദാം ഇടരുത്, ചോക്ലേറ്റ് മാത്രം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ പകുതി ബദാം ഇട്ടതും പകുതി ബദാം ഇടാത്തതും ആക്കുക. എന്നിട്ടിത് 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ ഇത് ഉറച്ചു കിട്ടുകയുള്ളൂ. അതിനുശേഷമാണ് ഉണ്ടാക്കേണ്ടത്. ഒരു ബദാമിട്ട കപ്സും ഒരു ബദാമിടാത്ത കപ്സുമാണ് ഒന്നിച്ചാക്കി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. എല്ലാം കൂടി ആയിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കണം. ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബദാമിട്ട കപ്സും ബദാമിടാത്ത കപ്സും കൂടി ഒന്നിച്ചാക്കാം. എന്നിട്ട് ചോക്ലേറ്റിലേക്ക് നന്നായി മുക്കിയെടുക്കുക. എന്നിട്ട് ഡെസിക്കേറ്റ് കോക്കനട്ടിലേക്ക് മുക്കുക. അത് നന്നായി പിടിപ്പിക്കുക. എന്നിട്ടൊന്ന് അമർത്തണം, എന്നാലേ അതിൽ ഉറച്ച് കിട്ടുകയുള്ളൂ.
6 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല, കുറച്ച് അധികം ഉണ്ടാകും. അപ്പോൾ നന്നായി മുക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ അമർത്തിയിട്ട് ചെറിയ ചെറിയ കപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ റഫല്ലോ ക്യാൻഡി തയ്യാറായിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും. താങ്ക് യു.